നമസ്കാരം. പ്രധാന വാർത്തകൾ. ചെറുപ്പളശ്ശേരി കൃഷിഭവനുമായി ബന്ധപ്പെട്ട ഫണ്ട് തിരിമറി വിവാദം. നഗരസഭാ കൗൺസിൽ യോഗത്തിലും ബഹളം. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം. ആരോപണങ്ങൾ അടിസ്ഥാനമില്ലാത്തതെന്ന് ഭരണപക്ഷം. കുളപ്പള്ളി ഷൊർണൂർ റോഡിന്റെ തകർച്ച. റോഡ് ഉപരോധിച്ച് കോൺഗ്രസിന്റെ പ്രതിഷേധം. സമരത്തിനിടെ എത്തിയ പോലീസ് ജീപ്പും പ്രവർത്തകർ തടഞ്ഞു. സ്ഥലത്ത് വാക്കേറ്റം. റോഡിന്റെ സ്ഥിതി ദയനീയം. ഒറ്റപ്പാലത്ത് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിന് ശ്രമം. റെസ്റ്റോറന്റിലേക്ക് ഓൺലൈൻ വഴി ബില്ലിനേക്കാൾ അധികം പണം നൽകിയെന്ന് കാണിച്ചു. തുക തിരികെ അയക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പണം തട്ടാൻ ശ്രമം നടന്നത്. അങ്ങാടിപ്പുറം മേൽപ്പാലത്തിലൂടെ വെള്ളിയാഴ്ച മുതൽ പൂർണ്ണമായും ഗതാഗതം അനുവദിക്കും. ബസ്സുകൾക്കും ഭാരവാഹനങ്ങൾക്കും പോകാം. ചരക്ക് വാഹനങ്ങൾക്ക് രാവിലെയും വൈകിട്ടും നിയന്ത്രണം. തച്ചനാട്ടുകരയിൽ നിപ്പ ഭീതി ഒഴിയുന്നു. സമ്പർക്ക പട്ടികയിലെ ആർക്കും രോഗം സ്ഥിരീകരിക്കാത്തത് ആശ്വാസം. നിയന്ത്രണങ്ങൾ തുടരുമെന്ന അധികൃതർ. പുതിയ കേസുകളില്ലാത്തതിനാൽ മലപ്പുറം ജില്ലയിൽ കണ്ടെയ്ൻമെന്റ് സോണുകൾ ഒഴിവാക്കി. വിശദമായ വാർത്തകളിലേക്ക്. ചെറുപ്പളശ്ശേരി കൃഷിഭവനുമായി ബന്ധപ്പെട്ട വിവാദം. നഗരസഭാ കൗൺസിൽ യോഗത്തിലും ബഹളം. വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷാംഗങ്ങൾ ആവശ്യമുന്നയിച്ചു. ക്രമക്കേടുകൾ ആരോപിക്കുമ്പോൾ രേഖകൾ വേണമെന്നും വിഷയത്തിൽ നഗരസഭ കൃത്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ഭരണപക്ഷാംഗങ്ങളും മറുപടി നൽകി. തർക്കം അവസാനിപ്പിച്ചില്ലെങ്കിൽ യോഗം നിർത്തിവെച്ച് ഇറങ്ങിപ്പോകുമെന്ന് ചെയർമാനും നിലപാടെടുത്തു. കർഷകർക്ക് വിതരണം ചെയ്ത ജൈവവളവുമായി ബന്ധപ്പെട്ട് കർഷകർ നൽകിയ ഗുണഭോക്തൃവിഹിതം കൃഷി ഓഫീസർ കൈവശം വെച്ച വിവാദം കൗൺസിൽ യോഗത്തിലും വലിയ ബഹളങ്ങൾക്കാണ് വഴിവെച്ചത്. വിഷയത്തിൽ നഗരസഭ വഴിവിട്ട നിസ്സംഗത കാണിച്ചുവെന്നും 2 വർഷം മുന്നേ നടന്ന വിഷയത്തിൽ നടപടി സ്വീകരിക്കുന്നതിൽ നഗരസഭയ്ക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെന്നും സമഗ്രമായ അന്വേഷണം വേണമെന്നും പ്രതിപക്ഷ നേതാവ് കെ എം ഇസാഖ് ആവശ്യപ്പെട്ടു. മൊത്തം 6 ലക്ഷത്തിൽ പരം വരുന്ന രൂപയുടെ ക്രമക്കേടാളുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത്. നമ്മള് കൊടുത്ത പണം എന്ന് പറയുന്ന 6 ലക്ഷം കൂടി കൂട്ടിയ 12 ലക്ഷം രൂപയുടെ പ്രൊജക്റ്റാണ്. 12 ലക്ഷം രൂപയുടെ പ്രൊജക്റ്റാണ് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ വഴി നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായി കൃഷി വകുപ്പിലും നമ്മൾ നടപ്പാക്കാൻ ഉദ്ദേശിച്ചത്. കർഷകർക്ക് കുമ്മായവും മറ്റ് ക്ഷോഭയോ തുടങ്ങിയ സാധനങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ള അഭിപ്രായം നമുക്കില്ല. പക്ഷെ അവര് അടച്ച കൃഷി ഓഫീസറോട് ശേഖരിക്കാൻ ആര് പറഞ്ഞു? കൃഷി ഓഫീസർ ശേഖരിച്ച പണം എന്തുകൊണ്ട് നഗരസഭയിൽ അടച്ചില്ല? അടക്കാത്ത കാര്യത്തിൽ എന്ത് നിലപാടാണ് നമ്മൾ സ്വീകരിച്ചത്? 2 കൊല്ലമായിട്ട് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട കമ്പനികൾ നമുക്ക് പരാതി തരേണ്ടി വന്നു. ആർക്ക്? നഗരസഭക്ക് പരാതി തരേണ്ടി വന്നു. കൃഷി ഓഫീസർക്ക് നമുക്ക് നോട്ടീസ് അയക്കാൻ. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? 1 വർഷം അങ്ങനെ സംഭവിച്ചു. അതിന്റെ നടപടിക്രമങ്ങൾ ഒന്നും നമ്മൾ ചെയ്തില്ല എന്ന് മാത്രമല്ല 2 കൊല്ലമായിട്ട് കാശ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് സർവീസ് ബാങ്കിന് ഇവിടെ കത്ത് തന്നപ്പോഴാണ് നമ്മൾ ഈ കാര്യം ആലോചിക്കുന്നത്. നിങ്ങളൊരു കത്ത് എഴുതാൻ തന്നെ തയ്യാറായി. കൗൺസിലിൽ ഇതുവരെ ഈ 2 വർഷക്കാലമായിട്ടും കൗൺസിലിനെ ഈ വിവരം അറിയിച്ചിട്ടില്ല. സാമ്പത്തികമായ ക്രമക്കേടുകൾ ആരോപിക്കുന്നവർ രേഖകൾ മുന്നോട്ട് വെക്കണമെന്നും നഗരസഭ കൃത്യമായി ഈ വിഷയത്തിൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും പ്രതിപക്ഷം കൗൺസിലിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ വി പി ഷമീജും പറഞ്ഞു. വളരെ നല്ല അഭിപ്രായമായിരുന്നു കൃഷി ഓഫീസറെ കുറിച്ച്. തുടക്കത്തിലൊന്നും ആരും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പല ആളുകളും ബന്ധപ്പെട്ടുണ്ടല്ലോ. ഈ കൂട്ടത്തിലിരിക്കുന്ന പല ആളുകൾക്കടക്കം സാമ്പത്തിക സഹായം അയാൾക്ക് നൽകിയിട്ടുണ്ടല്ലോ. എന്തത് പറയാൻ തയ്യാറായത്? അതുകൂടി അതാണ് ഞാൻ പറഞ്ഞത്. ചിലത് മറച്ചു വെച്ച് ചിലത് മാത്രം പറയുന്നത് ശരിയല്ല. അപ്പൊ ഇവിടെ നിങ്ങൾ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയുടെ പല പ്രതിഷേധങ്ങളും നടന്നല്ലോ. അവിടെ ഉൾപ്പെടെ നടന്നില്ലേ? എന്നെ വ്യക്തിപരമായിട്ട് ഹറാസ് ചെയ്യുന്ന രീതിയിൽ ഞാൻ അയാൾക്ക് ജാമ്യം നിൽക്കുക എന്നുൾപ്പെടെ പറഞ്ഞ് അയാൾക്കെതിരെ സാമ്പത്തിക സഹായം നടത്തി എന്ന് പറയുമ്പോൾ നേരത്തെ പറയാതെ പറഞ്ഞിട്ടില്ല. അത് പറയണം. പറയാതെ ആ സാമ്പത്തിക ക്രമക്കേടിൽ എനിക്കെന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ളത് വ്യക്തമായി രേഖാമൂലം ചൂണ്ടിക്കാണിക്കുന്നുള്ള കൗൺസിലോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതല്ലാതെ മാനത്ത് വടിയെറിഞ്ഞമാര് വർത്തമാനം പറഞ്ഞ് വീട്ടുകാരില്ല. അത് ഒരാളെ ഏതൊരു മനുഷ്യനെ കുറിച്ചും സാമ്പത്തിക ക്രമക്കേട് ആരോപിക്കപ്പെടുമ്പോഴും അത് കൃത്യമായി രേഖകളില്ലാതെ ആരോപിക്കപ്പെടാൻ ആർക്കും കഴിയും. അപ്പൊ അതുകൊണ്ട് ആ രീതിയിലല്ല മറുപടി പറയേണ്ടത്. എന്തെങ്കിലും പറഞ്ഞു പോയിട്ട് കാര്യമില്ല. കൃത്യമായി രേഖാമൂലം ഞാൻ അയാൾക്ക് എന്റെ സാലറി സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. എന്താ സംശയം? ഞാനെന്ന് പറയാൻ തയ്യാറാണ്. ഞാൻ എന്റെ ബന്ധപ്പെട്ട പാർട്ടിയോട് പറഞ്ഞിട്ടുണ്ട്, ബന്ധപ്പെട്ട ആളോട് പറഞ്ഞിട്ടുണ്ട്. ഈ 3 വർഷം മുൻപ്
നമുക്ക് പല ആളുകൾക്കും വ്യക്തിപരമായി പല ആളുകൾക്കും ബന്ധമുണ്ടാവും. രാഷ്ട്രീയ ആശയത്തിന് വ്യത്യാസമായിക്കൊണ്ട് അതിനപ്പുറത്ത് സുഹൃത്ബന്ധങ്ങൾ ഉണ്ടാവും. ഈ കൂട്ടത്തിലുള്ള ആളുകളെ സഹായിച്ചിട്ടില്ലേ സാമ്പത്തികമായിട്ട്? തുടർന്ന് വിഷയത്തിൽ പ്രതിപക്ഷാംഗങ്ങൾ കൂടുതൽ ആക്ഷേപം ഉന്നയിച്ചതിനെ തുടർന്നാണ് വാക്കേറ്റവും ബഹളവും ഉണ്ടായത്. നിങ്ങൾക്ക് പറയാനുള്ള കാര്യം നിങ്ങൾക്ക് മാത്രമേ റോഡുള്ളൂ. നഗരസഭയുടെ ഭരണസമിതി യോഗം ബഹളം രൂക്ഷമായതോടെ നഗരസഭാ അംഗങ്ങൾ കൗൺസിലുമായി സഹകരിച്ചില്ലെങ്കിൽ യോഗം നിർത്തിവെച്ച് ഇറങ്ങിപ്പോകുമെന്ന് ചെയർമാനും പറഞ്ഞു. വിഷയത്തിൽ ഉദ്യോഗസ്ഥർ നടത്തിയ ക്രമക്കേടുകളിൽ നഗരസഭ ചെയ്യേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നും ചെയർമാൻ കൗൺസിലിനെ അറിയിച്ചു. ഏജൻസിയായിട്ടും നഗരസഭ ഒരു കരാറും വെച്ചിട്ടില്ല. അപ്പോൾ നഗരസഭയുടെ റെസീറ്റ് കൊടുത്ത് പണം വാങ്ങി മാത്രം കൊടുക്കേണ്ട ആനുകൂല്യം, അല്ലാതെ കൃഷിക്കാരുടെ സൗകര്യത്തിന് വേണ്ടി സാധനം ഇറക്കിയതിന് ശേഷം കൃഷിയാഫീസിന് പണം പിരിക്കുക എന്ന നിലപാടുണ്ടായിട്ടുണ്ട്. അത് തുടർന്ന് കൊണ്ടുപോകണോ എന്നുള്ളത് നാളെ എന്തായാലും കൃഷിയാഫീസ് പാടശേഖരക്കാരുടെ യോഗം ഞാൻ വിളിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ ആനുകൂല്യവും മുടങ്ങാതെ തന്നെ കൊടുക്കാൻ കുമ്മായം വീഴ്ക്കോ തന്നെ നമ്മൾ നേരിട്ട് പണം കൊടുക്കാൻ നിലയ്ക്ക് ഈ വർഷം ഏർപ്പാക്കിയിട്ടുണ്ട്. അവർ വിത്ത് അവരാവശ്യപ്പെട്ട വിത്ത് ഇല്ല, അവരുടെ വിത്ത് മാറ്റണം എന്നുള്ള അഭിപ്രായം വന്നപ്പോൾ അത് ചർച്ച ചെയ്യാൻ വേണ്ടി നാളെ നിർത്തും. അത് NSC-യിലായിരുന്നു വിത്ത് ആദ്യം ഏൽപ്പിച്ചിരുന്നത്. NSC-യിൽ ആവശ്യപ്പെട്ട വിത്തുണ്ടോ സംശയമുണ്ട്. എന്നാലും വേറെ ഏജൻസിക്ക് വേണ്ടി ഇന്ന് സൂചിപ്പിച്ചിട്ട് എന്നാലും നാളെ അവരോട് കൂടി ആലോചിച്ചത് കൃഷിക്കാരുടെ യാതൊരുവിധ ആനുകൂല്യവും ഇവിടെ നഷ്ടപ്പെടുന്നതായില്ല. അത്തരം പരാമർശങ്ങൾ നമ്മളെപ്പോലുള്ള ജനപ്രതിനിധികളെ ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുക. കൃഷി ഓഫീസറെ കൗൺസിലിന് വേണ്ടി പ്രചരണം നടത്താൻ ആരും ചുമതലപ്പെടുത്തിയില്ല. കൃഷി ഓഫീസർ വ്യക്തിപരമായ അതിനെ ഏറ്റെടുത്തെന്ന് വെച്ചാൽ അയാളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും ഈ പൊതുപ്രവർത്തനത്തിന് നഗരസഭാ കൗൺസിലിന് ആവശ്യമില്ല. വ്യാഴാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിൽ 41 അജണ്ടകളാണ് ചർച്ച ചെയ്തത്. പഴയ ബസ് സ്റ്റാൻഡിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിടം പൊളിച്ച് നീക്കുന്നതുമായി ബന്ധപ്പെട്ടും തൂത കുടപ്പുഴ റോഡിന്റെ തകർച്ചയുമായി ബന്ധപ്പെട്ടും ചർച്ചകൾ നടന്നു. റെസ്റ്റോറന്റുകളുടെ അക്കൗണ്ടിലേക്ക് ഓൺലൈൻ വഴി ബില്ലിനേക്കാൾ കൂടുതൽ പണം നൽകിയെന്നും ബാക്കി തുക തിരിച്ചയക്കണമെന്നും ആവശ്യപ്പെട്ട് സാമ്പത്തിക തട്ടിപ്പിന് ശ്രമം. ഒറ്റപ്പാലത്തെ 2 സ്ഥാപനങ്ങളിലാണ് ബില്ലിനേക്കാൾ കൂടുതൽ തുക അയച്ചുവെന്ന് സ്ക്രീൻഷോട്ട് അയച്ച് കബളിപ്പിച്ച് പണം തട്ടാൻ ശ്രമം നടന്നത്. പാലപ്പുറം കാവേരി വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് ഉടമ സനിലിന്റെ ഫോണിലാണ് തട്ടിപ്പ് കോൾ വന്നത്. ഹിന്ദിയിലായിരുന്നു ആദ്യ സംഭാഷണം. ഇംഗ്ലീഷിൽ സംസാരിക്കാമോ എന്ന് ചോദിച്ചതോടെ അത്ര വ്യക്തമല്ലാത്ത ഭാഷയിൽ മറുപടിയെത്തി. തൻ്റെ ഭാര്യയും ഡ്രൈവറും ഹോട്ടലിലേക്ക് വരുന്നുണ്ടെന്നും ഭക്ഷണം പാക്ക് ചെയ്ത് വെക്കണമെന്നുമായിരുന്നു തട്ടിപ്പുകാരൻ്റെ ആവശ്യം. പണം ഓൺലൈനായി അയക്കാമെന്ന വാഗ്ദാനം. ബിൽ 950 രൂപയാണെന്ന് അറിയിച്ചതോടെ UPI QR കോഡ് അയക്കാൻ തട്ടിപ്പുകാരൻ നിർദ്ദേശിച്ചു. കോഡ് അയച്ചതിന് പിന്നാലെ അടുത്ത വിളിയെത്തി. 950 രൂപയ്ക്ക് പകരം അബദ്ധത്തിൽ 9050 രൂപ അയച്ചുവെന്നും ബാക്കി പണം തിരിച്ചയക്കണമെന്നുമായിരുന്നു അഭ്യർത്ഥന. ഗൂഗിൾ പേ ആപ്പിൽ ക്യാഷ് സ്പ്ലിറ്റ് റിക്വസ്റ്റ് സംവിധാനം ദുരുപയോഗം ചെയ്ത് 9050 രൂപ അയച്ചെന്ന വ്യാജ സ്ക്രീൻഷോട്ടും അയച്ചു നൽകി. ദീപക് കുമാർ എന്ന പേരിൽ നിന്നായിരുന്നു പണം അയച്ചത് എന്നാണ് സ്ക്രീൻഷോട്ട്. പരിശോധിക്കട്ടെ എന്ന് സനിൽ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. വീണ്ടും തുടർച്ചയായി ഫോൺ വിളികൾ വന്നതോടെ സംശയം ബലപ്പെട്ടു. തൻ്റെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും പരിശോധിച്ചെങ്കിലും പണം വന്നിട്ടില്ലെന്ന് തിരിച്ചറിഞ്ഞു. ഇക്കാര്യം തിരിച്ചു വിളിച്ച് അറിയിച്ചതോടെ തട്ടിപ്പുകാരൻ ഫോൺ കട്ട് ചെയ്ത് മുങ്ങി. പിന്നീട് ഈ നമ്പറിൽ പലതവണ വിളിച്ചു നോക്കിയെങ്കിലും ലഭ്യമായില്ല. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകി. ഈസ്റ്റ് ഒറ്റപ്പാലത്തെ റെസ്റ്റോറന്റിലും സമാനമായ തട്ടിപ്പിന് ശ്രമം നടന്നു. ഉടമകൾ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചതുകൊണ്ട് മാത്രമാണ് തട്ടിപ്പിന് ഇരകളാകാതിരുന്നത്. കുളപ്പള്ളി ഷൊർണൂർ പാതയുടെ തകർച്ചയിൽ പ്രതിഷേധിച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും റോഡ് ഉപരോധവും നടത്തി. റോഡ് ഉപരോധത്തിനിടെ എത്തിയ പോലീസ് ജീപ്പ് പ്രവർത്തകർ തടഞ്ഞത് പോലീസുമായി വാക്കേറ്റത്തിനും ഇടയാക്കി.
റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന പ്രതിഷേധ മാർച്ച് കുഴികളും വെള്ളക്കെട്ടും കാരണം യാത്ര ദുരിതപൂർണമായ കുളപ്പുള്ളി ഷൊർണൂർ റോഡിന്റെ ശോച്യാവസ്ഥയിൽ പ്രതിഷേധിച്ചാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും റോഡ് ഉപരോധവും നടത്തിയത്. ഷൊർണൂർ ഭാഗത്തു നിന്നും മാർച്ചായെത്തിയ കോൺഗ്രസ് പ്രവർത്തകർ കുളപ്പുള്ളി സെന്ററിൽ റോഡ് ഉപരോധിച്ചു. ഇതുവഴിയെത്തിയ പോലീസ് ജീപ്പും പ്രവർത്തകർ തടഞ്ഞതോടെ പോലീസുമായി വാക്കേറ്റവും ഉന്തും തള്ളുമുണ്ടായി. തുടർന്ന് നടന്ന പൊതുയോഗം DCC പ്രസിഡന്റ് എ തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. സോഷ്യൽ മീഡിയയിൽ ഒരു ന്യൂസ് വന്നിരുന്നു. അമേരിക്കയിലെ പ്രത്യേകിച്ച് ന്യൂയോർക്കിലെ ഒരു ഫാമിലി, തൃശ്ശൂർക്കാരായ ഫാമിലി വന്നു, മുഖ്യമന്ത്രി യാദൃച്ഛികമായി കാണാനിടയായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു രാജ്യത്തിന്റെ ഒരു സംസ്ഥാനത്തിന്റെ വികസനത്തിന്റെ കണ്ണാടിയാണ് ആ സംസ്ഥാനത്തിന്റെ റോഡ് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി. അദ്ദേഹം പറഞ്ഞ് ആ വീട്ടിൽ വന്നു, ആ തൃശ്ശൂരിൽ വന്ന് തിരിച്ച് അദ്ദേഹത്തിന്റെ അമ്മ വീട്ടിൽ വന്നിട്ട് അമ്മയുടെ അനുജത്തിന്റെ വീട് പാലക്കാടായിരുന്നു. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് പാലക്കാട് യാത്രയുടെ മധ്യത്തിൽ ആ കുതിരാന്റെ തുരങ്കവും മറ്റും കണ്ടപ്പോൾ ആ കുട്ടി ആശ്ചര്യച്ചു പോയി. ന്യൂയോർക്കിനെക്കാളും സൂപ്പറായിട്ടുള്ള റോഡുകളാണ് കേരളത്തിലെന്ന് പറഞ്ഞുതരാൻ പറയുമോ മുഖ്യമന്ത്രി ഈ കുട്ടിയെ വെച്ചിട്ട്? എങ്കിലൊരു കാര്യം ഒന്നുണ്ട്, ഒന്ന് ആ കുട്ടി ഇപ്പൊന്ന് പാലക്കാട് ചെയ്താൽ ആ മുഖ്യമന്ത്രി കരണം തടിക്കാൻ ആ കുട്ടി തയ്യാറാവുമെന്നാണ് എനിക്ക് അറിയുന്നത്. മണിക്കൂറുകൾ വേണം. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TK ബഷീർ അധ്യക്ഷനായി. DCC ഭാരവാഹികളായ TH ഫിറോസ് ബാബു, VKP വിജയനുണ്ണി, K കൃഷ്ണകുമാർ, VK ശ്രീകൃഷ്ണൻ, TK ഹമീദ്, TY ശിഹാബുദ്ദീൻ, N മോഹൻദാസ്, വിജയപ്രകാശ് ശങ്കർ, ശിവപ്രകാശൻ മാസ്റ്റർ, പാലോളി ഹുസൈൻ, മുരളി മാസ്റ്റർ, VK രാധാകൃഷ്ണൻ, കൃഷ്ണദാസ്, പ്രേംകുമാർ, A ഉണ്ണികൃഷ്ണൻ, ദാസ് ശങ്കർ, TK ആഷിഖ്, ശ്രീജ ആനങ്ങനടി, CV ആഷിഖ് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. സമരം നടത്തുന്നവരെ കുറ്റം പറയാൻ പറ്റില്ല. കുഴികളിൽ വീഴാതെ കുളപ്പുള്ളിയിൽ നിന്നും ഷൊർണൂരിൽ എത്തുക എന്നത് യാത്രക്കാരെ സംബന്ധിച്ച് സാഹസികമാണ്. പറ്റുമെങ്കിൽ ഈ റോഡിലൂടെ യാത്ര ചെയ്യാതിരിക്കുക. അത് മാത്രമേ ഉള്ളൂ ഒരു പോംവഴി. എന്താ പറയാ, കുറച്ച് നക്കി തിരണേന്ന് ഇതൊക്കെ ഒന്ന് നേരക്ക, അത് മാത്രം നമുക്ക് പറയാം. എന്താ റോഡ് ഇപ്പൊ എത്ര ദിവസമായി ഇങ്ങനെ ചോദിച്ചാൽ പറയില്ല. ഈ മഴയത്ത് എത്ര ജനങ്ങൾ ഇതിയെ പോകേണ്ട വെച്ചിട്ടാ. ഇതിപ്പോ പരാതി എല്ലാവർക്കും ഉണ്ട്, പക്ഷെ പരാതികളുടെ മുഴുവൻ ഒന്നും ആവില്ല. ഒന്നും രണ്ടുമല്ല, എണ്ണിയാലൊടുങ്ങാത്ത അത്രയും കുഴികളാണ് കുളപ്പുള്ളി ഷൊർണൂർ റോഡിൽ കാണാനാവുക. നീളത്തിലും ആഴത്തിലും ഇത്രയധികം വ്യത്യസ്തത പുലർത്തുന്ന കുഴികൾ മറ്റെങ്ങും കാണാനാവില്ല. ഇതുവഴി ഒരു തവണ പോയാൽ പിന്നെ അവർ വന്നോളണമെന്നില്ല. നടുപൊടിയാതെ വീട്ടിലെത്തിയാൽ ഭാഗ്യം. ഈ റോഡിന്റെ അവസ്ഥ കഴിഞ്ഞൊരു 10 വർഷമായിട്ട് ഇതേ അവസ്ഥയാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഹർത്താലും ട്രേഡ് യൂണിയന്റെ സമരങ്ങളും നടക്കുന്നുണ്ട്. ഇതുപോലുള്ള പ്രശ്നങ്ങൾക്ക് എന്തുകൊണ്ട് ഈ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി ഈ ട്രേഡ് യൂണിയൻസ് വന്ന് സഹകരിക്കുന്നില്ല? ഈ വക പ്രശ്നങ്ങൾക്ക് ഈ നമ്മുടെ മെഡിക്കൽ കോളേജിൽ വന്ന് ചികിത്സയ്ക്ക് പോകേണ്ട വ്യക്തികളെ ബുദ്ധിമുട്ടിക്കുക, എയർപോർട്ടിൽ നിന്ന് വരുന്നവരെ ബുദ്ധിമുട്ടിക്കുക, മെഡിക്കൽ സ്റ്റോറിൽ പോകണവരെ ബുദ്ധിമുട്ടിക്കുക. അത് ഈ ഹർത്താലിൻ്റെ പേരിൽ അത്യാവശ്യമായി യാത്ര ചെയ്ത് എന്തെങ്കിലും വീട്ടിലേക്ക് സാധനം വാങ്ങിച്ച് കൊണ്ടുവരേണ്ടവരെ ബുദ്ധിമുട്ടിക്കുക. ഇതൊന്നും അല്ല ചെയ്യേണ്ടത്. ഹർത്താൽ അത്യാവശ്യമാണ്, പക്ഷെ ആ ഹർത്താൽ കൊണ്ട് ജനങ്ങൾക്ക് ഗുണമുണ്ടായിരിക്കണം. ഇതുപോലുള്ള റോഡുകൾ നന്നാക്കിയിട്ടുണ്ടെങ്കിൽ എത്ര വണ്ടികളുടെ സസ്പെൻഷൻ പോകും, എത്ര ആൾക്കാർ വണ്ടി റിപ്പയർ ചെയ്യേണ്ടി വരും? ഈ പൈസയൊക്കെ ഈ ഗവൺമെന്റ് കൊടുക്കുമോ? 2021 സർക്കാർ അനുവദിച്ച 6 കോടി രൂപ കൊണ്ട് നവീകരണം തുടങ്ങിയ റോഡിന്റെ സ്ഥിതിയാണിത്. 3.8 കിലോമീറ്റർ വരുന്ന റോഡ് 6 മാസം കൊണ്ട് നവീകരണം പൂർത്തിയാക്കാനായിരുന്നു കരാർ. എന്നാലിപ്പോൾ 6 വർഷമാകാൻ പോകുന്നു. പഴയ കരാറുകാരനെ മാറ്റി പുതിയ കരാറുകാരൻ വന്നു. എന്നിട്ടും രക്ഷയില്ല. റോഡ് പഴയതിനേക്കാൾ മോശം. റോഡിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇതിനാട്ടിയും ഭേദം മറ്റേ ചേനക്കുഴി കുത്തിയ പോലെയാണ് എല്ലാ റോഡും. നമ്മുടെ ഈ റോഡ് മാത്രമല്ല, നമ്മുടെ ചെറുതുരുത്തിയിൽ നിന്ന് വള്ളം റോഡ് സെയിം അവസ്ഥയാണ്. ഒരു വഴി കൂടെ വണ്ടിയായിട്ട് പോകാൻ പറ്റാത്ത വളരെ പരിതാപകരമാണ് ഈ റോഡുകളൊക്കെ. ഇതിപ്പോ എല്ലാ ജനങ്ങളും സംഘടിപ്പിച്ചിട്ട് ഒരു ദിവസം മുഴുവനും ഇവിടെ ഇരുന്നിട്ട് കുത്തിസമരം തന്നെ വരും, അല്ലാണ്ട് അതൊന്നും നടക്കില്ല. അധികാരികളോട് ഇപ്പൊ എന്താ വെച്ചാൽ ഇത്
കയ്യും കെട്ടിട്ട് ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അവരിവിടെ വന്നിട്ട് നോക്കിയിട്ട് പോയിട്ട് കാര്യമില്ല. ഇത് ഒരാൾ വരുമ്പോൾ മറ്റാൾ മാറ്റാവും, മറ്റാൾ വരുമ്പോൾ ഇവർ മാറ്റാവും. എല്ലാത്തിനും രാഷ്ട്രീയ കളി തന്നെ, വേറെ ഒന്നുമല്ല. ഇതിപ്പോൾ അല്ലാണ്ട് ഇപ്പോൾ ആരെടുത്താ പറയാം? ഒരാൾ അവരെ കുറ്റം പറയും, മറ്റാൾ ഇവരെ കുറ്റം പറയും. ഇതന്നെ ഇവിടെ ഉള്ളൂ. തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് ഉൾപ്പെടെ എത്താൻ ആളുകൾ ആശ്രയിക്കുന്ന ഒരു പാതയാണിത്. എന്തിനാ ഇങ്ങനെയൊരു റോഡ് എന്നാണ് ആളുകളുടെ ചോദ്യം. ഷൊർണൂരിലെ ജനങ്ങൾ നാളെ ഏറെയായി ഈ ദുരിതാവസ്ഥയിലൂടെ യാത്ര ചെയ്യുകയാണ്. ഈ ഷൊർണൂരിൻ്റെ മനുഷ്യരുടെ അവസ്ഥ വളരെ ഗതികേടാണ്. പാലക്കാട് ജില്ല, തൃശ്ശൂർ ജില്ല, എറണാകുളം ജില്ല, കോഴിക്കോട് ജില്ല, മലപ്പുറം ജില്ല ഉൾപ്പെടെയുള്ള വിവിധ ജില്ലകളിലേക്ക് കടന്നു പോകുന്ന യാത്രക്കാരുടെ നടുവടിഞ്ഞുകൊണ്ടുള്ള ഒരു യാത്രയാണ് ഈ പാലക്കാട് ജില്ലയിൽ നിന്ന് കഴിഞ്ഞ് തൃശ്ശൂർ ജില്ലയ്ക്ക് കടന്നു പോകുമ്പോൾ കാണാൻ കഴിയുക. ഈ ജനങ്ങളുടെ ദുരിതം കാണാൻ ഷൊർണൂരിൻ്റെ MLAയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട പൊതുമരാമത്ത് ഉദ്യോഗസ്ഥന്മാരോ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരുമകൻ പ്രിയപ്പെട്ട റിയാസോ തയ്യാറാവാത്ത പക്ഷം ഇനി ഞങ്ങൾ ആരോട് പറയാൻ ആര് കേൾക്കാൻ എന്നതാണ് ഇപ്പോൾ ഈ റോഡിൻ്റെ അവസ്ഥ. പ്രതിഷേധങ്ങൾ നിരവധി നടന്നിട്ടും ആരും തിരിഞ്ഞു നോക്കുന്നില്ല. എന്തായാലും ഓഫ് റോഡ് യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് ഈ റോഡ് ഒരു നല്ല അനുഭവമാകും. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ അങ്ങാടിപ്പുറം മേൽപ്പാലത്തിലൂടെ വെള്ളിയാഴ്ച മുതൽ പൂർണ്ണമായും ഗതാഗതം അനുവദിക്കും. ബസ്സുകൾക്കും ഭാരവാഹനങ്ങൾക്കും ഉൾപ്പെടെ പാലത്തിലൂടെ സഞ്ചരിക്കാം. ചരക്ക് വാഹനങ്ങൾക്ക് രാവിലെയും വൈകിട്ടും ഇതേ സമയം നിയന്ത്രണങ്ങളുണ്ട്. പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കിയ ഗതാഗത പരിഷ്കരണം ഇപ്പോൾ ഒഴിവാക്കിയ സ്ഥിതിയാണ് ഉള്ളത്. അങ്ങാടിപ്പുറം മേൽപ്പാലത്തിന് സമീപത്ത് ഇന്റർലോക്ക് കട്ടകൾ പതിപ്പിക്കുന്ന പ്രവൃത്തികൾ പൂർത്തിയാക്കി ജൂലൈ 5-ന് റോഡ് തുറന്നിരുന്നു. എന്നാൽ ഇരുചക്രവാഹനങ്ങളും 4 ചക്രവാഹനങ്ങളും ഉൾപ്പെടെ ചെറിയ വാഹനങ്ങൾക്കാണ് അനുമതി ഉണ്ടായിരുന്നത്. വെള്ളിയാഴ്ച മുതൽ അങ്ങാടിപ്പുറം മേൽപ്പാലം വഴി ഗതാഗതം പൂർണ്ണമായും അനുവദിക്കും. ബസ്സുകളെയും ചരക്ക് വാഹനങ്ങളെയും കടത്തിവിടും. എന്നാൽ ചരക്ക് വാഹനങ്ങൾക്ക് രാവിലെയും വൈകിട്ടും നിയന്ത്രണങ്ങൾ തുടരും. രാവിലെ 8:30 മുതൽ 10:30 വരെയും വൈകിട്ട് 3 മുതൽ 5 വരെയുമാണ് നിയന്ത്രണമുള്ളത്. അതേസമയം അങ്ങാടിപ്പുറത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കിയ ഗതാഗത പരിഷ്കരണം ഇപ്പോൾ ഒഴിവാക്കിയ സ്ഥിതിയാണുള്ളത്. മണ്ണാർക്കാട് അട്ടപ്പാടി റോഡിൽ തെങ്കര ചിറപ്പാടത്തെ ചെളിയിൽ KSRTC ബസ് ചെരിഞ്ഞു. പരിഭ്രാന്തരായ യാത്രക്കാർ ഇറങ്ങുന്നതിനിടെ വീണ് വയോധികയ്ക്ക് പരിക്കേറ്റു. അട്ടപ്പാടി കക്കുപ്പടി സ്വദേശി 82 വയസ്സുള്ള ചിന്നയ്ക്കാണ് പരിക്കേറ്റത്. വ്യാഴാഴ്ച 11 മണിക്ക് മണ്ണാർക്കാട് നിന്ന് ആനക്കട്ടിയിലേക്ക് പോയ KSRTC ബസ്സാണ് ചളിയിൽപ്പെട്ട് ചരിഞ്ഞത്. റോഡിലെ കുഴി ഒഴിവാക്കി പോകുന്നതിനിടെ ചളിയിൽ പൊതിഞ്ഞ ബസ് ചരിയുകയായിരുന്നു. ഇതോടെ പരിഭ്രാന്തരായ യാത്രക്കാർ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ തിക്കും തിരക്കും കൂട്ടിയതോടെ ചിന്ന റോഡിലേക്ക് വീഴുകയായിരുന്നു. പരിക്കേറ്റ ചിന്നയെ KSRTC ബസ് കണ്ടക്ടറും ചിന്നയുടെ ബന്ധുവും ചേർന്ന് ഓട്ടോറിക്ഷയിൽ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബസ് പിന്നീട് യാത്ര തുടർന്നു. ബുധനാഴ്ച ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ചിറപ്പാടത്ത് റോഡിൽ വാഴയും തെങ്ങും ഉൾപ്പെടെ നട്ട് പ്രതിഷേധിച്ചിരുന്നു. ഇടവേള. വാർത്തകൾ തുടരുന്നു. നിപ്പ സ്ഥിരീകരിച്ച തച്ചനാട്ടുകരയിൽ ഭീതി ഒഴിയുന്നു. 39-കാരിക്ക് നിപ്പ സ്ഥിരീകരിച്ചതിനു ശേഷം 9 പേരിൽ നടത്തിയ പരിശോധനയിൽ ആർക്കും രോഗമില്ല. എങ്കിലും 21 ദിവസത്തെ നിയന്ത്രണങ്ങൾ തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. കുന്നുംപുറം സ്വദേശിനിയായ വീട്ടമ്മയ്ക്ക് നിപ്പ സ്ഥിരീകരിച്ചതിന് ശേഷം ഇവരുടെ സമ്പർക്ക പട്ടികയിലുണ്ടായിരുന്ന 9 പേരാണ് നിരീക്ഷണത്തിലുണ്ടായിരുന്നത്. പാലക്കാട്, മഞ്ചേരി മെഡിക്കൽ കോളേജുകളിൽ നിരീക്ഷണത്തിലായിരുന്ന ഇവരുടെ പരിശോധനാ ഫലം വിവിധ ദിവസങ്ങളിലായി പുറത്തുവന്നു. ആർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടില്ല എന്നത് തച്ചനാട്ടുകരക്കാർക്ക് വലിയ ആശ്വാസമാണ്. എങ്കിലും നിലവിലുള്ള നിയന്ത്രണം 21 ദിവസം കർശനമായി തുടരും. രോഗം സ്ഥിരീകരിച്ച വീട്ടമ്മയുടെ നില ഗുരുതരമായി തുടരുകയാണ്. കിഴക്കുംപുറത്തെ വളർത്തുമൃഗങ്ങളുടെ രക്തസാമ്പിൾ മൃഗസംരക്ഷണ വകുപ്പ് കഴിഞ്ഞ ദിവസങ്ങളിലായി ശേഖരിച്ചിരുന്നു. ഈ ഭാഗങ്ങളിൽ നിലയുറപ്പിച്ച വവ്വാലുകളുടെ രക്തസാമ്പിൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി വിഭാഗം വെള്ളിയാഴ്ച ശേഖരിക്കും. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല കാവ്യവൽക്കരിക്കുകയാണെന്നാരോപിച്ച് SFIയുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. പഠിപ്പ് മുടക്ക് സമരത്തെ തുടർന്നാണ് മാർച്ച് ഒരുക്കിയത്. മാർച്ച് പോലീസ് തടഞ്ഞതോടെ SFI പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. സമരം തുടർന്നതോടെ പോലീസ് SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. ജനാധിപത്യം
കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല കാവ്യവൽക്കരിക്കുകയാണെന്ന് ആരോപിച്ച് നടത്തിയ സമരത്തിൽ SFI സംസ്ഥാന നേതാക്കളെ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി SFIയുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച പഠിപ്പുമുടക്ക് സമരം നടത്തി. പെരിന്തൽമണ്ണയിൽ പഠിപ്പുമുടക്ക് സമരത്തെ തുടർന്ന് SFI പ്രവർത്തകർ പോസ്റ്റ് ഓഫീസ് മാർച്ചും സംഘടിപ്പിച്ചു. SFI ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടത്തിയത്. പോസ്റ്റ് ഓഫീസിനു മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞതോടെ പോലീസും SFI പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. SFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി ഗോകുൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. SFI സമരത്തെ അടിച്ചമർത്താനാവില്ലെന്നും മുൻ കേരള ഗവർണറുടെ അതേ സ്ഥിതി ഇപ്പോഴത്തെ ഗവർണർക്കും ഉണ്ടാകുമെന്നും ടി ഗോകുൽ പറഞ്ഞു. ഇന്ന് എന്തുകൊണ്ടാണ് SFIക്ക് ഈ നിലയിലേക്ക് ഒരു സമരം ഈ പോസ്റ്റ് ഓഫീസിലേക്ക് ഏറ്റെടുക്കേണ്ടി വന്നത്? നിങ്ങൾ ആലോചിച്ചു നോക്ക്. കഴിഞ്ഞ വർഷം ഞാനും നിങ്ങളും ഈ കൊടി പിടിച്ച് ഇതേ രൂപത്തിലേക്ക് ഒരു സമരം ഇതുപോലെ ഏറ്റെടുത്തു. ആർക്കെതിരാ? ഈ കേരളത്തിന്റെ തെരുവുകളിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് പെൺപരാഗം ചവച്ചു തുപ്പി ഈ കേരളത്തിലെ SFIയെയും കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസത്തെയും അട്ടിമറിക്കാം എന്ന തീരുമാനവുമായി ഒരു ആരിഫ് മുഹമ്മദ് ഖാൻ നാഗ്പൂരിലെ RSSന്റെ കത്തിട്ടും വാങ്ങി കേരളത്തിലേക്ക് വണ്ടി കയറി. അയാൾ കരുതി അയാൾക്ക് ഇവിടെ അങ്ങ് SFIക്കെതിരെ സമരം പ്രഖ്യാപിച്ച SFIയെ 4 പേരെ ജയിലിലടച്ച SFIയെ 4 പേരെ പോലീസ് കൊണ്ട് അടിച്ച SFI ഈ കൊടിയും പൂട്ടിക്കെട്ടി പ്രവർത്തനം അവസാനിപ്പിച്ചു പോകും എന്ന് ഈ ആരിഫ് ഖാൻ കരുതി. എന്നാൽ ആരിഫ് ഖാന് ഇവിടെ നിന്ന് മിസോറാമിലേക്ക് വണ്ടി കയറ്റിച്ചതാണ് SFI. ആ പാരമ്പര്യമാണ് SFI. ആ നിലയിലേക്ക് ആ RSSകാരനായിട്ടുള്ള പുതിയ ഗവർണർ ചാർജ് എടുത്തു. വന്നപ്പോൾ നമ്മൾ കരുതി ഭയങ്കര സൗമ്യനാണ്, ഇയാൾ ഈ പറഞ്ഞതുപോലെ വലിയ ദുൽമം കൊടുക്കാൻ സാധ്യതയില്ല, എല്ലാവരെയും നല്ല രീതിയിൽ കൊണ്ടുപോകും, അല്ലെങ്കിൽ എല്ലാ സർക്കാർ സംവിധാനങ്ങളും ഭരണ സംവിധാനങ്ങളെയൊക്കെ നല്ല രീതിയിൽ നയിച്ചു കൊണ്ടുപോകും എന്നൊക്കെ കരുതി. പക്ഷേ RSSന്റെ നാഗ്പൂരിലെ ഓഫീസിൽ തിണ്ണനിടകിക്കൊണ്ട് കിട്ടിയ പദവി ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് കേരളത്തിലെ സർവകലാശാലകളിലേക്ക് ഈ പറയപ്പെടുന്ന ആർലേക്കർ നടത്തിക്കൊണ്ടിരിക്കുന്ന പൊറോട്ട നാടകം, അതിനെതിരായി എല്ലാ വിദ്യാർത്ഥി സമൂഹത്തെയും അണിനിരത്തിക്കൊണ്ട് വലിയ പ്രതിരോധം തീർക്കാനാണ് SFI തീരുമാനിച്ചിട്ടുള്ളത്. SFI ഏരിയ പ്രസിഡന്റ് U. യദു അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി മിഥുൻ കൃഷ്ണൻ, PP സിനാൻ, ശില്പ ലഹൻ തുടങ്ങിയവർ സംസാരിച്ചു. സമരം തുടർന്നതോടെ പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി. പെരിന്തൽമണ്ണ നഗരസഭയിലെ 21 കുടുംബങ്ങൾക്ക് പട്ടയം അനുവദിക്കുന്നതിന് ഭൂമി സർക്കാരിലേക്ക് നിക്ഷിപ്തമാക്കും. ഹരിതകർമ്മസേനയുടെ വരുമാന വർധനവിന് വേണ്ടിയുള്ള ബിസിനസ് ഡെവലപ്മെന്റ് പ്ലാനും നഗരസഭാ കൗൺസിൽ അംഗീകരിച്ചു. പെരിന്തൽമണ്ണ നഗരസഭയിലെ 3 വാർഡുകളിലായി 21 കുടുംബങ്ങൾക്ക് പട്ടയം അനുവദിക്കും. ഈ കുടുംബങ്ങൾക്ക് പട്ടയം അനുവദിക്കാൻ ഭൂമി സർക്കാരിലേക്ക് നിക്ഷിപ്തമാക്കുന്നതിന് കൗൺസിൽ യോഗം അംഗീകാരം നൽകി. ഹരിതകർമ്മസേനയുടെ വരുമാന വർധനവിന് വേണ്ടിയുള്ള ബിസിനസ് ഡെവലപ്മെന്റ് പ്ലാനും നഗരസഭാ കൗൺസിൽ അംഗീകരിച്ചു. മാലിന്യം സംസ്കരിച്ച് നിർമ്മിക്കുന്ന വിൻഡ്രോവളം ബ്രാൻഡാക്കി വിപണനം നടത്തും. പ്രത്യേക പരിശീലനം നൽകി ഹരിതകർമ്മസേനയെ പദ്ധതിയുടെ സംരംഭകരാക്കും.
അർബൻ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും മറ്റ് 3 സെന്ററുകളിലും ടെലി കൺസൾട്ടേഷൻ സൗകര്യങ്ങൾ ഒരുക്കാനും നഗരസഭ കൗൺസിൽ യോഗം തീരുമാനിച്ചു. നിശ്ചയിക്കപ്പെട്ട സമയങ്ങളിൽ ഡോക്ടറുടെ സേവനം ടെലി കൺസൾട്ടേഷൻ സംവിധാനത്തിലൂടെ ലഭ്യമാക്കുകയാണ് ഉദ്ദേശം. നഗരസഭയിൽ പാലിയേറ്റീവ് പ്രവർത്തനത്തിന് 3 ആശാപ്രവർത്തകരെ പുതുതായി നിയമിക്കുന്ന വിഷയവും കൗൺസിൽ അംഗീകരിച്ചു. SBM IEC ഫണ്ടുകൾ വിനിയോഗിച്ച് നഗരത്തിലെ പൊതുസ്ഥലങ്ങളിൽ ശുചിത്വ സന്ദേശങ്ങളും നിയമപരമായ മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിക്കുന്നതിനും തീരുമാനിച്ചു. ഒറ്റപ്പാലത്ത് ചോർന്നൊലിക്കുന്ന കെട്ടിടത്തിൽ നിന്ന് കുടുംബ കോടതി പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നു. തോട്ടക്കരയിൽ സ്വകാര്യ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കോടതി RS റോഡിലെ സ്വകാര്യ കെട്ടിടത്തിലേക്കാണ് മാറ്റുന്നത്. മഴ പെയ്താൽ കോടതി മുറിയും ഓഫീസ് മുറിയുമെല്ലാം ചോർന്നൊലിക്കും. വെള്ളം നിലത്ത് പരക്കാതിരിക്കാൻ പാത്രങ്ങൾ നിരത്തി വയ്ക്കണം. രേഖകൾ സൂക്ഷിക്കാൻ പോലും പ്രയാസം. ചുമരുകൾ നനഞ്ഞു കുതിർന്ന അവസ്ഥ. ഷോക്കേൽക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു. ചുമരിൽ സ്പർശിക്കരുതെന്ന മുന്നറിയിപ്പുമുണ്ട്. ശുചിമുറികളുടെ അവസ്ഥയും ദയനീയം. ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ശുചിമുറികൾ. ദിവസവും 100 കണക്കിന് പേരെത്തുന്ന കോടതിയിലാണ് ദയനീയമായ സാഹചര്യം. 2013 ഒറ്റപ്പാലത്ത് കുടുംബ കോടതി തുടങ്ങിയത് ഈ കെട്ടിടത്തിലാണ്. പിന്നീട് കാര്യമായ പരിപാലനം നടന്നിട്ടില്ല. പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യമായതോടെയാണ് മാറാൻ പുതിയ കെട്ടിടം കണ്ടെത്തിയത്. ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്ന ജോലികൾ തുടങ്ങി. 1 മാസത്തിനകം കോടതി പുതിയ കെട്ടിടത്തിലേക്ക് മാറും. ഗതാഗത കുരുക്കൊഴിയാതെ പട്ടാമ്പി കൂറ്റനാട് പാതയിൽ അറ്റകുറ്റപ്പണികളുമായി അധികൃതർ രംഗത്തിറങ്ങിയതോടെ മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കാണ് വ്യാഴാഴ്ച പട്ടാമ്പിയിൽ അനുഭവപ്പെട്ടത്. മഴയും കുഴിയും റോഡ് പണിയും. പട്ടാമ്പിയിലെ കാര്യം പറയണ്ട. മണിക്കൂറുകളെടുക്കും ടൗൺ കടക്കാൻ. തകർന്നു കിടക്കുന്ന പെരുമ്പലാവ് നിലമ്പൂർ പാതയിലെ ചാലിശ്ശേരി മുതൽ പട്ടാമ്പി വരെയുള്ള ഭാഗത്തും അധികൃതർ അറ്റകുറ്റപ്പണിയുമായി രംഗത്തിറങ്ങിയതോടെ കുരുക്ക് പട്ടാമ്പി ടൗണിലേക്ക് നീണ്ടു. റോഡ് തകർച്ചയ്ക്കെതിരെ പ്രതിഷേധം വ്യാപകമായ സാഹചര്യത്തിലാണ് അറ്റകുറ്റപ്പണികളുമായി ഈ പാതയിൽ അധികൃതർ രംഗത്തിറങ്ങിയത്. ഞാങ്ങാട്ടി പെട്രോൾ പമ്പിന് സമീപത്താണ് നവീകരണ പ്രവൃത്തികൾ ആരംഭിച്ചത്. ഇതിന്റെ ഭാഗമായി 1 മാസക്കാലം പാതയിൽ ഭാഗികമായി ഗതാഗത നിയന്ത്രണം ഉണ്ടാകുമെന്നാണ് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. വ്യാഴാഴ്ച രാവിലെ മുതലാണ് ഞാങ്ങാട്ടി പെട്രോൾ പമ്പിന് സമീപം പ്രവൃത്തികൾ തുടങ്ങിയത്. മറുഭാഗത്ത് പട്ടാമ്പി കുളപ്പുള്ളി പാത നവീകരണവും നടക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടിയായതോടെ പട്ടാമ്പി ടൗണിൻ്റെ ഒരു തല മുതൽ മറുതല കടക്കാൻ ഇപ്പോൾ പേടാപ്പാട് പെടണം യാത്രക്കാർ. കൊപ്പത്ത് LDFിന്റെ നേതൃത്വത്തിൽ ജൂലൈ 12 ബഹുജന കൂട്ടായ്മയും ആദരിക്കൽ ചടങ്ങും നടത്തും. പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ UDF നടത്തുന്ന കുപ്രചരണങ്ങൾക്ക് എതിരെയാണ് ബഹുജന കൂട്ടായ്മ സംഘടിപ്പിക്കുന്നതെന്ന് നേതാക്കൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. LDF ഭരിക്കുന്ന കൊപ്പം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ UDF നിരന്തരം അപവാദ പ്രചരണങ്ങൾ അഴിച്ചുവിടുകയാണെന്ന് നേതാക്കൾ പറഞ്ഞു. ഇതിനെതിരെയും ഭരണസമിതിയുടെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുമായാണ് ഈ മാസം 12 LDFിന്റെ നേതൃത്വത്തിൽ ബഹുജന കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത്. ശനിയാഴ്ച രാവിലെ 10 നടക്കുന്ന കൂട്ടായ്മയിൽ മുഹമ്മദ് മൂസിൻ MLA, ഡോക്ടർ സരീൻ തുടങ്ങിയവർ പങ്കെടുക്കും. 100 ദിവസം പൂർത്തീകരിച്ച തൊഴിലുറപ്പ് തൊഴിലാളികളെയും കുടുംബശ്രീ കലാമേളയിൽ പങ്കെടുത്തവരെയും കൂട്ടായ്മയിൽ അനുമോദിക്കും. വിവിധ നേട്ടങ്ങൾ കരസ്ഥമാക്കിയ ഭരണസമിതിക്കും അനുമോദനം നൽകുമെന്നും നേതാക്കൾ പറഞ്ഞു. കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ ഏതാണ്ട് 1.5 കൊല്ലമാണ് UDFിൻ്റെ ഭരണ സംവിധാനം ഉണ്ടായിരുന്നത്. ബാക്കിയുള്ള 3.5 കൊല്ലക്കാലം LDF നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നിരവധിയാണ്. അത് ഓരോ മേഖലയിലും എടുത്ത് പരിശോധിച്ചാലും നമ്മുടെ കേരളത്തിൻ്റെ പൊതുവികസനത്തോടൊപ്പം നിൽക്കാൻ നമ്മുടെ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പദ്ധതി വിഹിതം വിനിയോഗിക്കുന്ന കാര്യത്തിൽ നമുക്കറിയാം, കേരള സംസ്ഥാനത്ത് 5ാം സ്ഥാനമാണ്. 1000-ലധികം പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്തൊക്കെ ഉണ്ട്. ഇങ്ങനെ ഓരോ ഘടകം എടുത്ത് പരിശോധിച്ചാലും സംസ്ഥാനത്ത് 5ാം സ്ഥാനത്തും നമ്മുടെ ജില്ലയിൽ 1ാം സ്ഥാനത്തുമാണ്. മാത്രമല്ല 100%, 114% അഡ്വാൻസായി തുക വിനിയോഗിച്ച ഒരു പഞ്ചായത്താണ് നമ്മുടെ ഉപപഞ്ചായത്ത്. അപ്പോൾ ആ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരായി ഇപ്പോൾ അടുത്ത കാലത്തായി ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നു എന്നതുകൊണ്ട് തന്നെ UDF പ്രധാനമായി BJPയുടെയും ചില പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നുണ്ടായി. അപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന കള്ളപ്രചാര വേലകളെ തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ 12-ാം തീയതി ശനിയാഴ്ച കാലത്ത് 10 മണിക്ക് കൊപ്പം സെന്ററിൽ ഒരു വലിയ ബഹുജന കൂട്ടായ്മ സംഘടിപ്പിക്കുകയാണ്. നിരവധി വികസന പദ്ധതികളാണ് LDF ഭരണസമിതി പഞ്ചായത്തിൽ നടപ്പാക്കിയത്. എല്ലാ രംഗങ്ങളിലും വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചു. കൊപ്പം ടൗൺ നവീകരണം ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾക്കാവശ്യമായ നടപടികളും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും സ്വീകരിച്ചുവെന്നും ഇവർ പറഞ്ഞു. ഇങ്ങനെ എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് UDFിൻ്റെ അധികാരക്കൊതി BJPയെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ആ LDF ഭരണസമിതിയെ അട്ടിമറിച്ച് അവരെ കോലീബി ഭരണം ഏകദേശം 1.5 വർഷത്തിലധികം പഞ്ചായത്ത് ഭരണം കഴിയാതെ
ആ ഒരു 2 വർഷത്തെ ഭരണം ഒപ്പം പഞ്ചായത്തിനുണ്ടാക്കിയ എല്ലാ നേട്ടങ്ങളെയും പുറകോട്ടടിക്കുക. നമ്മുടെ ജലജീവൻ മിഷൻ പദ്ധതി വന്നതിൻ്റെ ഭാഗമായി എല്ലാ റോഡുകളും വെട്ടിപ്പൊളിച്ചതിൻ്റെ ഭാഗമായി വലിയ ദുരിതത്തിലായി. ആ റോഡ് വികസനത്തിനായി കിട്ടിയ 2,26,00,000 രൂപ ചെലവഴിക്കാതെ ഒരു 60 ലക്ഷം രൂപയോളം, 1/2 കോടിയിലധികം രൂപ ചെലവഴിക്കാതെ ലാപ്സാക്കി കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് അതിനെതിരായി വലിയ പൊതുജന പ്രക്ഷോഭം ഉയർന്നതാണ്. മാത്രമല്ല, UDF ഏത് കാലത്തും പറയുന്നതാണ് പട്ടികജാതി വികസന ഫണ്ട് ചെലവഴിക്കുന്നില്ല എന്ന കപട നാടകത്തിൽ സമരം നടത്തിയത്. പക്ഷേ അവർ ഭരണത്തിൽ വന്ന് ഇതെല്ലാം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ്. വാർത്താസമ്മേളനത്തിൽ CPM ഏരിയ കമ്മിറ്റി അംഗം U അജയ്കുമാർ, പഞ്ചായത്ത് പ്രസിഡന്റ് T ഉണ്ണികൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് K ബീന, മറ്റ് നേതാക്കളായ A സോമൻ, M രാജൻ, K മോഹൻദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡ് കോട്ടപ്പുറം ചിറപ്പറമ്പ് കോളനി റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രദേശവാസികൾ ദുരിതത്തിൽ. 2 വർഷമായി തുടരുന്ന ദുരിതത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ നാട്ടുകാരെ അണിനിരത്തി പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് BJP നേതാക്കൾ. കോട്ടപ്പുറം ചിറപ്പറമ്പ് കോളനിയിലേക്കുള്ള റോഡിൽ കുഴി രൂപപ്പെട്ടും ചെളി നിറഞ്ഞും ഗതാഗതയോഗ്യമല്ലാതെ കിടക്കുകയാണ്. 2 വർഷത്തിലേറെയായി റോഡ് ഇത്തരത്തിൽ പൊട്ടിപ്പൊളിഞ്ഞ് കിടപ്പാണ്. ജപ്പാൻ കുടിവെള്ള പദ്ധതിക്കായി കുഴിയെടുത്ത് പൊളിച്ചിട്ടതിനു ശേഷം റോഡ് പൂർവ്വസ്ഥിതിയിലാക്കി ഗതാഗതയോഗ്യമാക്കുവാൻ അധികൃതർ തയ്യാറായിട്ടില്ല എന്നും പലതവണ പരാതി നൽകിയിട്ടും അധികാരികളുടെ ഭാഗത്തുനിന്നും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നും നാട്ടുകാർ പറഞ്ഞു. ചിറപ്പറമ്പ് കോളനിയിലേക്ക്, കോട്ടപ്പുറത്ത് നിന്ന് ചിറപ്പറമ്പ് കോളനിയിലേക്ക് വരുന്ന റോഡാണ്. കോളനിക്ക് മാത്രമായിട്ടുള്ള റോഡാണിത്. ഇത് പൊളിഞ്ഞ് കിടക്കാൻ തുടങ്ങിയിട്ട് ഒരു 10 വർഷമായിട്ട്, 10 വർഷം മുന്നേ ടാർ ചെയ്തതാണ്. ഇത് പൊളിഞ്ഞ് കിടക്കാൻ വേണ്ടി 2 വർഷമായി. നമ്മളിത് ഇവർ ചെന്നിട്ട് പറയാൻ മെമ്പർമാരടുത്തും പറയാൻ തുടങ്ങിയിട്ട് ഒരു വർഷത്തിൻ്റെ മുകളിൽ പിന്നാലെ നടന്നിട്ട് പറ്റ പൊളിഞ്ഞിട്ട് ജപ്പാൻ വെള്ളത്തിന് പൈപ്പിടാൻ വേണ്ടി പൊളിച്ചിട്ടാണ്. ഇതുവരെ അത് ശരിയാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു വണ്ടി ഇറങ്ങാൻ നിവർത്തിയില്ലാതായിട്ട് നമ്മൾ കുറേ വട്ടം പോയിട്ട് അവരടുത്ത് പറഞ്ഞതാണ്. എന്നിട്ടും അതിനൊരു മറുപടി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം അവരായിട്ട് കാണണം. അത് മെമ്പറായാലും പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ ആരായി കഴിഞ്ഞാലും രാഷ്ട്രീയം പറഞ്ഞ് നമ്മുടെ കോളനിക്കുള്ള വഴി റെഡിയാക്കി തരണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. 13 വർഷത്തോളമായിട്ട് ഈ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാറിങ്ങിന്റെ ഒരു ഭാഗം പോലും ഇവിടെ കാണാനില്ല. അതായത് ഒരു കറുത്തൊരു ഭാഗം കാണണ്ടേ, അതിവിടെ എവിടെയും കാണാനില്ല. 13-14 വർഷത്തോളമായി. ഇപ്പോൾ എന്താ വെച്ചെങ്കിൽ ഇവിടെ ഒരു ആർക്കെങ്കിലും വയ്യാതെ ഒരു വയസ്സായിട്ട് ഒരാൾക്ക് ഹോസ്പിറ്റൽ കേസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് കയറ്റിയിട്ട് ഇവിടുന്ന് ഞങ്ങൾ എടുത്തുകൊണ്ട് പോകേണ്ട കണ്ടീഷനാണ്. ആ റോഡിൻ്റെ ഇത് കണ്ടു കഴിഞ്ഞാൽ അറിയാം. അപ്പോൾ ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഇതിന് ഫണ്ട് പാസ്സായിരുന്നാണ് പറഞ്ഞത്. പക്ഷേ ഫണ്ട് പാസ്സായിട്ട് കാര്യമില്ല. നമുക്ക് ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും റോഡിന് പറ്റിയിട്ട് എന്തെങ്കിലും ചെയ്താലേ നമുക്ക് കാര്യമുള്ളൂ. ഫണ്ട് പാസ്സായിട്ട് കാര്യമില്ലല്ലോ. റോഡിന് വേണ്ടിയിട്ട് എന്താ വെച്ചാൽ ഇത്രയും 10-20 കോളനികളുണ്ട്. ഹരിജൻസ് കോളനി ആയിട്ടും അല്ലാത്തതായിട്ടും ഒരു 10-50-60 വീടുകളും ഇവിടെ ഉണ്ട്. ഇത്രയും ആൾക്കാർക്ക് ഇവിടെ തിരിഞ്ഞു നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇത് ചെയ്തില്ല. റോഡിൻ്റെ കോലം നിങ്ങൾക്ക് എല്ലാവർക്കും, ഈ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടറിഞ്ഞതാണ്. റോഡിന്റെ അവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJPയും രംഗത്ത് വന്നു. ഇനിയും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും അലംഭാവം തുടർന്നാൽ പ്രദേശവാസികളെ അണിനിരത്തി പഞ്ചായത്തിന് മുമ്പിൽ സത്യഗ്രഹ സമരം നടത്തുമെന്നും BJP ജില്ലാ കമ്മിറ്റി അംഗം ചന്ദ്രൻ കൂടാന്തൊടി പറഞ്ഞു. ഈ ചിറപ്പറമ്പ് റോഡിൻ്റെ ഈ അവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് കരിമ്പുഴ പഞ്ചായത്തിൻ്റെ മുന്നിൽ ഇതിന് സത്യാഗ്രഹം ഇരിക്കാനടക്കം BJP ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാണ് എന്നുള്ളത്. അതേമാതിരി ഈ ഇതൊന്ന് നടക്കാനുള്ള യോഗ്യം ആക്കാൻ വേണ്ടി കുറച്ച് കോറി വേസ്റ്റെങ്കിലും കൊടുത്തിട്ടുണ്ടെന്ന്, എത്രയും പെട്ടെന്ന് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയാനുള്ളത്. ഇനി അത് അവർ മറ്റേ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ ഞങ്ങൾ ജനങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇത് ചെയ്യാനും ചെയ്യിക്കാനും ഞങ്ങൾ അതിൻ്റെ ഒപ്പം ഉണ്ടാവുന്നു. പാർട്ടി എന്നുള്ള നിലയ്ക്ക്, പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം എന്നുള്ള നിലയ്ക്ക് ഞാനത് ഊന്നി പറയുന്നു. ഏത് കാരണവശാലും ഇവിടുത്തെ ഈ വണ്ടി വന്ന് തിരിക്കാനും കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുമുള്ള സൗകര്യങ്ങളെങ്കിലും തൽക്കാലം ആക്കിയെടുക്കണം എന്നുള്ള ആണ് ആഗ്രഹിക്കുന്നത്. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ആധുനിക രീതിയിൽ നവീകരിച്ച കുമരമ്പത്തൂർ വെള്ളപ്പാടം പുല്ലൂന്നി ഉന്നതി റോഡ് നാടിന് സമർപ്പിച്ചു. N ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. വെള്ളപ്പാടത്ത് നിന്നും പുല്ലൂന്നി ഉന്നതിയിലേക്കുള്ള റോഡ് ഏറെക്കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് നവീകരിച്ചത്. 1 കോടി രൂപ ചെലവിലാണ് നവീകരണം പൂർത്തിയാക്കിയത്. ഉത്സവാന്തരീക്ഷത്തിൽ നടത്തിയ ചടങ്ങ് N ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഉള്ള ഒരു പഞ്ചായത്ത് റോഡ്, ഒരു ഗ്രാമീണ റോഡ് സംസ്ഥാന സർക്കാർ ഫണ്ടിൽ വളരെ മനോഹരമായി നമുക്ക് നവീകരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇത് നമ്മുടെ ഒരു കൂട്ടായ്മയുടെ വിജയമാണ്. നമ്മുടെ മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകൾക്ക് ധാരാളം ദൈർഘ്യമേറിയ ഗ്രാമീണ റോഡുകളുള്ള
സ്ഥിതി ചെയ്യാവുന്നത്. PWD റോഡുകളാണെങ്കിൽ നമുക്ക് PWDയെ കൊണ്ട് അല്ലെങ്കിൽ സർക്കാർ അതാത് കാലത്ത് ഉണ്ടാകുന്ന പ്രത്യേക പദ്ധതികൾ, ഇപ്പൊ ഈ റോഡൊക്കെ കിഫ്ബി പദ്ധതിയിലും ഒക്കെയായി നവീകരിക്കാം. മണ്ണാർക്കാട് മണ്ഡലത്തിൽ ഇനി ആധുനിക രീതിയിൽ നവീകരിക്കാൻ ബാക്കിയുള്ള 2 PWD റോഡുകൾ മാത്രമേ. അതിപ്പോ രണ്ടും അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. അട്ടപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് രാജനാമ്പാടത്ത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റസീന വറോഡൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുസ്തഫ വറോഡൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ഇന്ദിരാമടത്തുംപുള്ളി, സഹദരിയൂർ, പഞ്ചായത്ത് അംഗങ്ങളായ D വിജയലക്ഷ്മി, മേരി സന്തോഷ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉണ്ണികൃഷ്ണൻ, പൊൻപാറ കോയക്കുട്ടി, അസീസ് പച്ചേരി, ജോസ് കൊല്ലിയിൽ, ഗോപാലകൃഷ്ണൻ, P മുഹമ്മദ് അലി അൻസാരി, നൌഷാദ് വെള്ളപ്പാടം, ഇല്യാസ്, ജയപ്രകാശ് വാഴൂത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. മണ്ണാർക്കാട് പള്ളിക്കുറുപ്പ് കുണ്ടുകണ്ടം നിവാസികളുടെ സ്വപ്ന പദ്ധതിയായ എഴുത്തോമ്പാറ പാലം നിർമ്മാണം ഉദ്ഘാടന ചടങ്ങിൽ ഒതുങ്ങി. 4 വർഷം മുമ്പ് മന്ത്രി നിർമ്മാണോദ്ഘാടനം നടത്തിയ പാലത്തിന്റെ പണി ഇനിയും ആരംഭിച്ചിട്ടില്ല. പ്രതിഷേധവുമായി പ്രദേശവാസികളും BJPയും രംഗത്ത്. 2021 ജൂലൈ 6-നാണ് മന്ത്രി റിയാസുദ്ദീൻ പാലത്തിന് തറക്കല്ലിട്ടത്. 8 കോടി രൂപ ചെലവിൽ കിഫ്ബി ഏറ്റെടുത്ത എഴുത്തോമ്പാറ പാലത്തിന്റെയും മണ്ണാർക്കാട് കൊങ്ങാട് ടിപ്പു സുൽത്താൻ റോഡിലെ നിർമ്മാണോദ്ഘാടനം ഒരേ ദിവസമായിരുന്നു. ടിപ്പു റോഡ് ഏറ്റെടുത്ത കരാർ കമ്പനിയാണ് പാലത്തിന്റെയും നിർമ്മാണം ഏറ്റെടുത്തത്. എന്നാൽ പാലത്തിന്റെ നിർമ്മാണത്തിൽ നിന്ന് കരാറുകാരൻ പിന്മാറി. 2018 പ്രളയത്തിലാണ് എഴുത്തോമ്പാറ പാലം ഒലിച്ചുപോയത്. കുണ്ടുകണ്ട നിവാസികൾക്ക് തച്ചമ്പാറയിലേക്ക് എത്താനുള്ള എളുപ്പവഴിയാണിത്. നാട്ടുകാരുടെ നിരന്തര പരാതിയെ തുടർന്ന് 2024 അപ്രോച്ച് റോഡ് ഉൾപ്പെടെ എസ്റ്റിമേറ്റ് തുക വർദ്ധിപ്പിച്ച് ടെൻഡർ നടപടികൾ പൂർത്തിയായതായി കോങ്ങാട് MLA K ശാന്തകുമാരി അറിയിച്ചിരുന്നു. പാലം തകർന്ന് 7 വർഷമായിട്ടും പുതിയ പാലത്തിന്റെ നിർമ്മാണം നടക്കാത്തതിൽ പ്രദേശവാസികൾ ഏറെ ബുദ്ധിമുട്ടിലാണ്. കഴിഞ്ഞ ദിവസം യുവമോർച്ച നേതാവ് നിഖിൽ ശങ്കറിന്റെ നേതൃത്വത്തിൽ BJP പ്രവർത്തകർ പ്രദേശം സന്ദർശിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തി. ഈ കാണുന്നതാണ് എഴുത്തമ്പാറ പാലം. 2018 പ്രളയത്തിൽ തകർന്ന പാലം 2021 ജൂലൈ മാസം കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീ മുഹമ്മദ് റിയാസും കോങ്ങാട് MLA ആയിട്ടുള്ള ശാന്തകുമാരിയും കൂടി നിർമ്മാണ ഉദ്ഘാടനം നടത്തിയ ഈ പാലത്തിന്റെ അവസ്ഥ ഇന്നെന്താണ്? ഈ പാലം ഇന്നും ഇവിടെ ജീവച്ഛവമായി നിലനിൽക്കുകയാണ്. ഈ എഴുത്തമ്പാറ പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തുന്ന സമയത്ത് തന്നെയാണ് മണ്ണാർക്കാട് കോങ്ങാട് ടിപ്പു സുൽത്താൻ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനവും നടത്തിയിട്ടുള്ളത്. ആ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയെന്ന് മാത്രമല്ല, മണ്ണാർക്കാട് കോങ്ങാട് റോഡ് ഇപ്പോ തുറന്നു കൊടുത്തിട്ട് വർഷങ്ങളായിരിക്കുന്നു. ഇപ്പോഴും ഈ എഴുത്തമ്പാറ പാലം ഇവിടെ അനാഥമായി കിടക്കുക. മണ്ണാർക്കാട് നിന്ന് വരുന്ന സമയത്ത് ഒറ്റപ്പെട്ട് കിടക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. ഈ പാലം വന്നാൽ മാത്രമേ ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് കാരാകുറിച്ചിയിലേക്കുള്ള ഗതാഗതം സുഗമമായി നടത്താൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ കാരാകുറിച്ചിയിലേക്ക് 10 കിലോമീറ്ററാണ് സഞ്ചരിക്കേണ്ടത്. ഇത് അധികാരികൾ കണ്ണു തുറക്കണം. കാരണം ഭാരതീയ ജനതാ പാർട്ടി ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിരവധിയായിട്ടുള്ള തവണ ഞങ്ങൾ വിവിധ സമര പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇനിയും അതിശക്തമായ സമര പോരാട്ടങ്ങളുമായി ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാകും എന്ന് മാത്രമാണ് ഈ അവസരം. പുഴകളിലെയും കുളങ്ങളിലെയും നിലയില്ലാ കയങ്ങളിൽ അകപ്പെടുന്നവരെ മുങ്ങിയെടുക്കാൻ മുങ്ങൽ വിദഗ്ധനായ പൈലിപ്പുറം സ്വദേശി ബാബുവിൻ്റെ കരങ്ങൾ ഇനിയില്ല. അർബുദ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന ബാബു കഴിഞ്ഞ ദിവസമാണ് നിര്യാതനായത്. സിവിൽ ഡിഫൻസ് അംഗം കൂടിയായിരുന്നു ഹംസ എന്ന ബാബു. രോഗബാധിതനായിട്ട് പോലും തൻ്റെ അവസാന നാളുകളിൽ കർമ്മരംഗത്ത് സജീവ സാന്നിധ്യമായിരുന്നു ബാബു. ഭാരതപ്പുഴയിലെയും തൂതപ്പുഴയിലെയും നിലയില്ലാ കയങ്ങളിൽ അകപ്പെടുന്നവരെ പുറത്തെടുക്കാൻ ഒറ്റ വിളി മതി ബാബു ഓടിയെത്തുമായിരുന്നു. തിരുവേഗപ്പുറ, പൈലിപ്പുറം, പട്ടന്മാർത്തോടി ഹംസ എന്ന ബാബുവും 2 മക്കളും സഹോദരനുമടങ്ങുന്ന 4 സംഘത്തിൽ നിന്നും ബാബു കഴിഞ്ഞ ദിവസം വിട പറഞ്ഞു. ഒഴുക്കിൽപ്പെടുന്നവരെ പുറത്തെടുക്കാൻ സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെയാണ് ബാബുവും സംഘവും എത്താറുള്ളത്. അർബുദ രോഗബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്ന 43-കാരനായ ബാബു കഴിഞ്ഞ ദിവസമാണ് നിര്യാതനായത്. പോലീസും ഫയർഫോഴ്സും പോലും അപകടഘട്ടങ്ങളിൽ ബാബുവിൻ്റെ സഹായം തേടുമായിരുന്നു. ആഴക്കയങ്ങളിൽ നിന്നും ജീവനറ്റ ശരീരങ്ങൾ മുങ്ങിയെടുക്കാൻ അതിവിദഗ്ധനായിരുന്നു ബാബു. മരണത്തിൻ്റെ അവസാന നാളുകളിൽ പോലും നിസ്വാർത്ഥ സേവനവുമായി അദ്ദേഹം ഓടിയെത്തുമായിരുന്നു. 2 ആഴ്ച മുമ്പുണ്ടായ കനത്ത മഴയിൽ ഭാരതപ്പുഴയിലെ പെരുമുടിയൂരിലും കുറ്റിപ്പുറത്തും അകപ്പെട്ട മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിൽ ബാബുവിൻ്റെ പങ്ക് ശ്രദ്ധേയമായിരുന്നു. കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലമായി 50-ലേറെ മൃതദേഹങ്ങൾ ജലാശയങ്ങളിൽ നിന്നും പുറത്തെടുത്തിട്ടുണ്ട്. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി വെള്ളത്തിൽ കൂടുതൽ സമയം മുങ്ങി നിൽക്കാൻ കഴിയുന്ന വ്യക്തിയായിരുന്നു ബാബു. കഴിഞ്ഞ വർഷം കർണാടകയിലെ ഷിരൂരിൽ ലോറി ഡ്രൈവർ അർജുന് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനത്തിലും ബാബുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം പങ്കെടുത്തിരുന്നു. മരണവിവരമറിഞ്ഞ് വിവിധ രംഗങ്ങളിലുള്ളവർ വീട്ടിലെത്തി. വ്യാഴാഴ്ച രാവിലെ ഖബറടക്കം നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ചെറുപ്പളശ്ശേരി കൃഷിഭവനുമായി ബന്ധപ്പെട്ട ഫണ്ട് തിരിമറി വിവാദം.
നഗരസഭാ കൗൺസിൽ യോഗത്തിലും ബഹളം. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം. ആരോപണങ്ങൾ അടിസ്ഥാനമില്ലാത്തതെന്ന് ഭരണപക്ഷം. കുളപ്പള്ളി ഷൊർണൂർ റോഡിന്റെ തകർച്ച, റോഡ് ഉപരോധിച്ച് കോൺഗ്രസിന്റെ പ്രതിഷേധം. സമരത്തിനിടെ എത്തിയ പോലീസ് ജീപ്പും പ്രവർത്തകർ തടഞ്ഞു. സ്ഥലത്ത് വാക്കേറ്റം. റോഡിന്റെ സ്ഥിതി ദയനീയം. ഒറ്റപ്പാലത്ത് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിന് ശ്രമം. റെസ്റ്റോറന്റിലേക്ക് ഓൺലൈൻ വഴി ബില്ലിനേക്കാൾ അധികം പണം നൽകിയെന്ന് കാണിച്ചു. തുക തിരികെ അയക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പണം തട്ടാൻ ശ്രമം നടന്നത്. അങ്ങാടിപ്പുറം മേൽപ്പാലത്തിലൂടെ വെള്ളിയാഴ്ച മുതൽ പൂർണ്ണമായും ഗതാഗതം അനുവദിക്കും. ബസ്സുകൾക്കും ഭാരവാഹനങ്ങൾക്കും പോകാം. ചരക്ക് വാഹനങ്ങൾക്ക് രാവിലെയും വൈകിട്ടും നിയന്ത്രണം. തച്ചനാട്ടുകരയിൽ നിപ്പ ഭീതി ഒഴിയുന്നു. സമ്പർക്ക പട്ടികയിലെ ആർക്കും രോഗം സ്ഥിരീകരിക്കാത്തത് ആശ്വാസം. നിയന്ത്രണങ്ങൾ തുടരുമെന്ന അധികൃതർ. പുതിയ കേസുകളില്ലാത്തതിനാൽ മലപ്പുറം ജില്ലയിൽ കണ്ടെയ്ൻമെന്റ് സോണുകൾ ഒഴിവാക്കി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.